നമസ്കാരം. അക്ഷയകുമാർ നായകനായി അഭിനയിച്ച് ഈ മാസം 15-ന് റിലീസാവുന്ന ഖേൽ ഖേൽ മേം എന്ന സിനിമയാണിപ്പോൾ ബോളിവുഡിലെ ചർച്ചാ വിഷയം. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമ ചർച്ചയാവുന്നത്. ഒന്നാമത്തെ കാര്യം, അക്ഷയകുമാർ അഭിനയിച്ച ഈ അടുത്ത കാലത്ത് റിലീസായ ഭൂരിഭാഗം സിനിമകളും വമ്പിച്ച പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ഷയകുമാറിൻ്റെ പുതിയ സിനിമ ക്ലച്ച് പിടിക്കുമോ എന്നാണ് ബോളിവുഡിൽ നിന്നും ചർച്ച ചെയ്യുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, 2016-ൽ റിലീസായ ഇറ്റാലിയൻ സിനിമയായ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഔദ്യോഗിക റീമേക്കാണ് ഈ സിനിമ, അക്ഷയകുമാറിൻ്റെ പുതിയ സിനിമ എന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിലും ഈ സിനിമ ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 2024 ജൂലൈ 12-നാണ് അക്ഷയ് കുമാർ അഭിനയിച്ച സിനിമ സർഫിറ റിലീസായത്. അക്ഷയ് കുമാറിൻ്റേതായി ഏറ്റവും അവസാനം റിലീസായ സിനിമയാണിത്. സൂര്യയെ നായകനാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്ത സുരറൈ പോട്ടറിൻ്റെ ഹിന്ദി റീമേക്കായിരുന്നു ഈ ചിത്രം. സുധാ കൊങ്കര തന്നെയായിരുന്നു സർഫിറയും സംവിധാനം ചെയ്തത്. സുരറൈ പോട്ടർ ഗംഭീര വിജയം നേടിയപ്പോൾ അക്ഷയ് കുമാറിൻ്റെ സർഫിറ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് വെറും 2,40,00,000 ചിത്രം നേടിയത്. അക്ഷയ് കുമാറിൻ്റെ 15 വർഷത്തെ കരിയറിലെ ഏറ്റവും മോശം ഓപ്പണിംഗ് ആയിരുന്നു സർഫിറ എന്ന സിനിമ. സമീപകാലത്തിറങ്ങിയ ഒട്ടുമിക്ക അക്ഷയ് കുമാർ ചിത്രങ്ങളും വൻ പരാജയമായിരുന്നു. ബച്ചൻ പാണ്ഡെ, സാമ്രാട്ട് പൃഥ്വിരാജ്, രാം സേതു, സെൽഫി, ബഡേ മിയാൻ ചോട്ടെ മിയാൻ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അമിത് റായ് സംവിധാനം ചെയ്ത ഓ മൈ ഗോഡ് എന്ന ചിത്രം മാത്രം മികച്ച അഭിപ്രായം നേടുകയും ബോക്സ് ഓഫീസിൽ വിജയമാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അക്ഷയ് കുമാറിൻ്റെ ഖേൽ ഖേൽ മേം എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ട്രെയിലർ ലോഞ്ചിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന അക്ഷയ് കുമാർ വളരെ വികാരപരമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തുതന്നെ സംഭവിച്ചാലും നല്ലതിന് വേണ്ടിയാണ്. പരാജയങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. എൻ്റെ 4-5 സിനിമകൾ വിജയിച്ചില്ല. സിനിമകൾ പരാജയപ്പെടുമ്പോൾ ചിലർ സന്ദേശങ്ങൾ അയക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞയക്കുന്ന അനുശോചന സന്ദേശം പോലെയാണ് അവ തോന്നുക. ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ അക്ഷയ് കുമാർ തിരിച്ചു വരും എന്നെഴുതി. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അതിന് ഞാൻ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചു. കഠിനാധ്വാനം ചെയ്യുന്നതിലാണ് എൻ്റെ ശ്രദ്ധ. ഞാൻ ഇവിടെയുണ്ട്. എൻ്റെ ജോലി തുടരും. ആളുകൾ എന്തു പറഞ്ഞാലും ഞാൻ എപ്പോഴും പണിയെടുത്തുകൊണ്ടേയിരിക്കും. രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നു, ജോലിക്ക് പോയി വീട്ടിലേക്ക് മടങ്ങുന്നു, ഞാൻ സമ്പാദിക്കുന്നു. ഞാൻ ആരിൽ നിന്നും ഒന്നും പിടിച്ചു പറിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു അക്ഷയ് കുമാർ പറഞ്ഞത്. മുദാസർ അസീസ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് അക്ഷയ് കുമാറിൻ്റെതായി പുതുതായി വരുന്ന ഖേൽ ഖേൽ മേം. 2016-ൽ റിലീസ് ചെയ്യപ്പെട്ട ഇറ്റാലിയൻ ചിത്രം പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒഫീഷ്യൽ റീമേക്കാണ് ഖേൽ ഖേൽ മേം. കോമഡി ഡ്രാമ ജോണറിലാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. 2016 ഫെബ്രുവരി 11-ന് ഇറ്റലിയിൽ പുറത്തിറങ്ങിയ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും നേടിയ സിനിമയാണ്. ഇതുവരെ 25-ലധികം രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിലായി ഔദ്യോഗികമായി റീമേക്ക് ചെയ്യപ്പെട്ട സിനിമ കൂടിയാണ് പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ്. 7 സുഹൃത്തുക്കൾ അത്താഴ വിരുന്നിന് ഒത്തുകൂടുന്നു. പരസ്പരം ഫോണിലെ സന്ദേശങ്ങൾ കണ്ടാൽ പല ദമ്പതികളും വേർപിരിയുമെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി സുഹൃത്തുക്കളിൽ ഒരാൾ പറയുന്നു. ഇതു സംബന്ധിച്ച് അവർ തമ്മിൽ തർക്കമാവുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവർ ഒരു ഗെയിം കളിക്കാൻ തയ്യാറാവുന്നു. അവർ ഓരോരുത്തരും അവരുടെ ഫോൺ മേശപ്പുറത്ത് വയ്ക്കുകയും അവർ അവരുടെ സന്ദേശങ്ങളും കോളുകളും ഗ്രൂപ്പിലെ മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യും. ആദ്യം നിരുപദ്രവകരമാണെന്ന് തോന്നുന്ന ഗെയിം പതുക്കെ പതുക്കെ അവർക്കിടയിലെ രഹസ്യങ്ങൾ മറനീക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണമാവുന്നു. ഇങ്ങനെ തമാശ രൂപത്തിലാണ് പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന ഇറ്റാലിയൻ സിനിമ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലെ മറ്റൊരു സിനിമ ഓർമ്മയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. അതെ, ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ 12th മാൻ. പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണെങ്കിൽ 12th മാൻ ഒരു ത്രില്ലർ മൂഡുള്ള സിനിമയായിരുന്നു. എന്നാൽ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഔദ്യോഗിക റീമേക്കല്ല 12th മാൻ. ഒരുപക്ഷെ അത് യാദൃശ്ചികമായതാകാം, അല്ലെങ്കിൽ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാകാം. എന്തായാലും പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് കൊണ്ടെങ്കിലും അക്ഷയ് കുമാർ രക്ഷപ്പെടുമോ എന്ന ചിന്തയിൽ ഓഗസ്റ്റ് 15-ലേക്ക് നോക്കിയിരിക്കുകയാണ് ബോളിവുഡ്.